തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ അറിയാവുന്നത് പോലെ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കുചേരണം. നന്നായിട്ട് കൈയടിച്ച് പാടാൻ സാധിക്കുന്നവർ കൈയടിച്ച് പാടണം. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പാട്ടാണെങ്കിലും നിങ്ങൾ അറിയാവുന്നത് പോലെ കൈയടിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ റൂഹായേ, ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. നിത്യസഹായക ഞങ്ങൾ നിറയണമേ. എല്ലാവരും ആഗ്രഹിച്ച് വാഗ്ദാനമേ, റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങൾ നിറയണമേ. എല്ലാ ദൈവമക്കളും ഇടത്തോട്ടും വലത്തോട്ടൊക്കെ കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി സന്തോഷിച്ച് ആഹ്ലാദിച്ച് വലിയ ആഹ്ലാദത്തോടെ റിലാക്സ് ചെയ്ത് സന്തോഷിച്ച് പാടി ആരാധിക്കുന്നു. നിറഞ്ഞ ദൈവത്തിൻ അത്ഭുത ശക്തി നിറയട്ടെ. നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. കൈ ഉയർത്തി കൈയടിച്ച് വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങൾ നിറയണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, നിറയണമേ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ദാഹിച്ച് ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയണമേ. എല്ലാ ഹൃദയങ്ങളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. നിറയണമേ. ഞങ്ങളിൽ നിറയണമേ. വ്യാപരിക്കണമേ. ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഉറക്കെ സ്തുതിച്ച് ആരാധിക്കുന്നു. നിറയണമേ. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. സമൂഹങ്ങളിലേക്ക് ഇറങ്ങണമേ. ക്ഷീണിതരെ പൊതിയണമേ. മുറിവേറ്റവരെ കോരി പുണരണമേ. വാരി പുണരണമേ. സൗഖ്യം നിറയ്ക്കണമേ. ഭവനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ പൊതിയണമേ. ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ ഇപ്പോൾ അവിടെ നിന്ന് ആവസിക്കണമേ. ക്ഷീണിച്ച ശരീരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ആവസിക്കണമേ. കുഞ്ഞുങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. തകർന്ന ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടെ നിറയണമേ. നിരാശ കൊണ്ട് പൂണ്ടു കിടക്കുന്ന പ്രത്യാശ നഷ്ടപ്പെട്ട ഹൃദയങ്ങളെ വീണ്ടും അവിടുന്ന് സ്പർശിച്ച് ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ ഇടപെടണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഓ, ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, നിറയണമേ പരിശുദ്ധാത്മാവേ. താതന്റെ വാഗ്ദാനമേ, ഇപ്പോൾ നിറയണമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ. ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവം എന്നെ മറന്നെന്നോ. അച്ഛൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിരവധി വ്യക്തികളുടെ ഉള്ളിൽ ഒരു വേദന അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞു, ദൈവം പോലും എന്നെ സഹായിക്കുന്നില്ല, എനിക്ക് ആരുമില്ല. ഒരു പ്രത്യേക വേദന ദൈവമക്കളെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കീർണ സാഹചര്യങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വേദനയുമായി ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം എനിക്ക് ഒരു പ്രവാചകനെ ഓർമ്മപ്പെടുത്തി തന്നു. ആ പ്രവാചകന്റെ പേരാണ് ജെറമിയ. ജെറമിയ പ്രവാചകൻ ദൈവത്തിന് മുമ്പിൽ വളരെ പ്രിയപ്പെട്ടൊരു പ്രവാചകൻ തന്നെ, സംശയമില്ല. പക്ഷേ ജെറമിയായിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു പീഡ. എന്താണെന്നറിയോ? ദൈവം എന്നെ ഓർക്കണില്ല, ദൈവം എന്നെ മറന്നു, ദൈവം പോലും എൻ്റെ കൂടെ ഇല്ലേ. ഒരു വേദന ജെറമിയ ഗ്രസിക്കുകയാണ്. ജെറമിയ ആ വേദന ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. ജെറമിയ ചോദിക്കുകയാണ്, ദൈവമേ, അങ്ങ് കൂടെയുണ്ട്, എല്ലാം ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നോക്കുമ്പോൾ അങ്ങയെ കാണുന്നില്ല. അങ്ങ് ആ സമയത്ത് എവിടെയാ? അതാണ് ജെറമിയായുടെ പുസ്തകം 15-ാം അധ്യായം 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. എന്താണ് എൻ്റെ വേദന വിട്ടുമാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നിരവധി വ്യക്തികളുടെ വേദനയാണിത്. എന്താണ് എൻ്റെ വേദന ഉണങ്ങാത്തത്? എന്താണ് ദൈവത്തെ എനിക്ക് കാണാൻ പറ്റാത്തത്? എന്താണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരാത്തത് പോലെ തോന്നുന്നത്? ഞാൻ എന്തു ചെയ്യും? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ ദൈവമേ അങ്ങനെ വഞ്ചിക്കുമോ? അദ്ദേഹത്തിൻ്റെ ഒരു വേദന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. എന്താണ് ഇടയ്ക്കിടെ വെള്ളം പറ്റിപ്പോകുന്ന അരുവി? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്ക്. ഒരരുവിയിൽ നിറച്ചും വെള്ളമുണ്ടെന്നിരിക്കട്ടെ. ആ വെള്ളം കണ്ടിട്ട് ആ അരുവിയുടെ സൈഡിൽ നമ്മൾ വെള്ളം കൊണ്ട് ധാരാളം ജലം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷി തുടങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഉണക്ക് വന്ന് വെള്ളം വേണ്ട സമയം വരുമ്പോൾ ആ അരുവി വറ്റിപ്പോയി. അങ്ങനെയെങ്കിൽ ആ അരുവിനെ ആശ്രയിച്ച് കൃഷി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അരുവിയിൽ വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിച്ച ഒരു മരം അതിൻ്റെ സൈഡിൽ വളർന്നു വന്നു എന്ന് വിചാരിക്കുക. ചൂട് വർദ്ധിച്ചു, കൊടും ചൂടായി, വേനലായി, വെള്ളം ശരിക്കും വേണ്ട സമയം വന്നപ്പോൾ അരുവിയിൽ വെള്ളമില്ല. ആവശ്യമുള്ള സമയത്ത് വെള്ളം വറ്റി കിടക്കുക. ഇതാണ് ജെറമിയായുടെ പ്രശ്നം. ജെറമിയ പറയാണ്, ദൈവം ചിലപ്പോഴൊക്കെ കൂടെ ഉണ്ട്, പക്ഷേ
ശരിക്കും ശത്രുക്കൾ വരുമ്പോൾ, ശരിക്കും ഞാൻ ഞെരുക്കത്തിൽ വരുമ്പോൾ, ശരിക്കും ഞാൻ കണ്ണു പൊട്ടിപ്പോകുന്ന വേദന കൊണ്ട് നീറുമ്പോൾ, ശരിക്കും ഇരുട്ട് മൂടുമ്പോൾ ദൈവത്തെ കാണാനില്ല. ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അങ്ങനെ വഞ്ചിക്കുമോ, അങ്ങനെ മറന്നു കളയുമോ, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് എന്നെ മറക്കുമോ, എന്നെ ഉപേക്ഷിക്കുമോ? ജെറമിയയുടെ ഉള്ളിലെ വേദനയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതാണ് തുടർന്ന് വരുന്ന വാക്യം, 19-ാമത്തെ വാക്യം. വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയായി മാറും. നമുക്ക് ദൈവത്തിന് ഉന്നതമായ ഒരു സ്നേഹവും പദ്ധതിയാണുള്ളത്. ദൈവം പറയുകയാണ്, ഞാനല്ല, നീയാണ് ബുദ്ധിമുട്ടാകുന്നത്, നീയാണ് ഇടയ്ക്കിടയ്ക്ക് നീങ്ങിപ്പോകുന്നത്. നീ എൻ്റെ അരികിൽ സ്ഥിരമായി നിൽക്കുക. നീ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ, ഒരു പ്രയാസം കാണുമ്പോൾ നീ പടച്ച് കരപ്പം പിടിച്ച് കുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടുക. നീ പരിഭ്രാന്തനാകരുത്, നീ പരിഭ്രാന്തനാകരുത്, നീ ചഞ്ചലചിത്തനാകരുത്. നീ ചഞ്ചലചിത്തനായാൽ, നീ പരിഭ്രാന്തനായാൽ നിനക്ക് തിന്മ മാത്രമേ വരികയുള്ളൂ എന്ന് വചനം പഠിപ്പിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായം 8-ാം തിരുലിഖിതം, പരിഭ്രമിക്കാതിരിക്കുക, പരിഭ്രമം തിന്മയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരൻ, രോഗം വന്നു, ഒരു കടബാധ്യത വന്നു, കുടുംബകലഹം ഉണ്ടായി, അല്ലെല്ലാം ഇരുട്ട് മൂടിയതുപോലെ ഒരു അന്തരീക്ഷം വന്നു എന്നിരിക്കട്ടെ. ഉടനെ നീ ദൈവത്തിനെതിരെ സംസാരിക്കരുത്, ദൈവത്തെ സംശയിക്കരുത്. സാത്താൻ ആ സമയത്ത് കടന്നു വരും. എന്നിട്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും സംശയിക്കാൻ എന്നെയും നിങ്ങളെയും നിർബന്ധിക്കും. ദൈവം എന്നെ മറന്നോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയെയാണ് ഞാൻ നിങ്ങൾ അപ്പോൾ സംശയിക്കുന്നത്. ദൈവം എന്നെ ഉപേക്ഷിച്ചോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ദൈവം എന്നെ തള്ളിക്കളയുമോ? ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹത്തെയാണ് ഞാൻ നിങ്ങൾ സംശയിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിശ്വത്തിൽ അരുളി ചെയ്തിരിക്കുകയാണ്, നീ വിലകെട്ടത് പറയരുത്. നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കാം. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യല്ല. എൻ്റെ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ഇടപെടും. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നീ ചെയ്യേണ്ടത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പേര് എൽസബത്ത് ഫ്രാൻസിസ്, സ്ഥലം കൊച്ചി, മട്ടാഞ്ചേരി ഇടവയിൽ നിന്ന് വരുന്നു. 7 മാസത്തോളമായി സോറിയാസിസിന് അസുഖം മൂലം ശരീരം മൊത്തം വ്രണവും നീരുമായിരുന്നു. ദൈവമേ, സോറിയാസിസ് കൊണ്ട് ശരീരം മൊത്തം ചീഞ്ഞിരിക്കുക. എന്നിട്ട് 3 ഡോക്ടർമാരെ കാണിച്ച് ഡോക്ടർ പറഞ്ഞ് മരുന്ന് കഴിച്ചാൽ ഇത് താമസിക്കും പോകാനായിട്ട്. വളരെ എൻ്റെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ഏപ്രിൽ 26-ാം തീയതി ശേഷിമല്ല കൺവെൻഷനിൽ വന്ന് നമ്മുടെ ഏപ്രിൽ 27-ാം തീയതി ഡാമിയൻ സ്റ്റേ എന്ന് പറഞ്ഞ ബ്രദറിന്റെ കൺവെൻഷൻ സമയത്ത് കൂടി ഈ സോറിയാസിസോട്. എന്നിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പം മട്ടേനച്ചൻ പറയണു 6 പേരെ ചർമ്മരോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തിയെന്ന്. ചർമ്മരോഗത്തിൽ നിന്ന്, സ്കിൻ ഡിസീസ്. അതിൽ ഒരാളെ ഞാനാണെന്ന് വിശ്വസിച്ച് വീട്ടിൽ പോയി. നേരം വെളുത്ത് നോക്കുമ്പോൾ എൻ്റെ കാലിലും നീര് മുഴുവനും പറ്റിയിരിക്കുന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ അത് മാറിപ്പോയിരിക്കുന്നു. യേശുവേ, സകല മുറിവ് കുഴപ്പമില്ല, ഇപ്പൊ സോറിയാസിസ് ഇല്ല, പോയി. ദൈവമേ, കണ്ട ആളെ തിരിച്ചറിയാൻ പോലും പറ്റാത്തത് മൊത്തം ഇങ്ങനെ അളിഞ്ഞിങ്ങനെ ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. സോറിയാസിസ് ആണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരെണ്ണം സന്ദേശം കേട്ടു, വിശ്വസിച്ചു, തിരിച്ചു. പിറ്റേ ദിവസം സാധനം കാണാനില്ല. ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ കർത്താവ് സൗഖ്യം. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഈ സഹോദരിയുടെ അനുഭവം ശ്രദ്ധിച്ചേ. സോറിയാസിസ് വന്ന് ശരീരം മുഴുവൻ അങ്ങോട്ട് ചീഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ മുഖം കണ്ടാൽ ഇത് പഴയ വ്യക്തിയാണെന്ന് പറയില്ല. ആളെ തിരിച്ചറിയാത്ത വിധം വിരൂപമായ ശരീരം, മൊത്തം മാംസം ചീഞ്ഞ മണം, മാസങ്ങളോളം ഇങ്ങനെ നരകിക്കുക. 3 ഡോക്ടർമാരെ മാറി കാണിച്ച്. ഇതിനിടയ്ക്ക് എത്രയോ പ്രാർത്ഥിച്ച് കാണും, എത്രയോ നേർച്ചകൾ നേർന്ന് കാണും. പക്ഷെ സൗഖ്യവും കിട്ടുന്നില്ല, ദൈവത്തെയും കാണുന്നില്ല. പക്ഷെ ആ മകൾ വിശ്വാസം ഉപേക്ഷിച്ചില്ല, ആ മകൾ ദൈവത്തെ ഉപേക്ഷിച്ചില്ല.
ദൈവത്തെ ചോദ്യം ചെയ്തുമില്ല. ആ മകൾ ചിന്തിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രാർത്ഥന മറുപടി കൊണ്ടുവരും, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും. അങ്ങനെ ദൈവം ഇടപെടുന്നത് വരെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതാണ് വിലാപത്തിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. വിലാപത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള തിരുലിഖിതങ്ങൾ. കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും എനിക്കിട വന്നു. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. നിരവധി വ്യക്തികളുടെ വേദനയാ. എൻ്റെ കർത്താവിലുള്ള ഈ രോഗം വന്നു, ക്ഷീണം വന്നു, ശരീരം ചീഞ്ഞു, അതിനേക്കാളും ഒരു വേദന ഉള്ളിൽ കിടക്കുക. എൻ്റെ കർത്താവിലുള്ള വിശ്വാസവും എൻ്റെ കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയല്ലോ. ഈ വേദനയെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വസ്ഥത എന്തെന്ന് ഞാൻ മറന്നു. ഈ എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല. ഇത് ദൈവവചനം തരുന്ന ഉറപ്പാണ്. എന്നാൽ രോഗം വന്നു, കടബാധ്യത വന്നു, കുടുംബകലഹം ഉണ്ടായി, എല്ലാം തകർന്നു കഴിഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരവും കിട്ടുന്നില്ല. ഉടനെ പിശാച് കൊണ്ടുവരുന്നൊരു പീഡയാണ്, ദൈവം ഉണ്ടോ? ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം എവിടെ? ഇങ്ങനെയുള്ളൊരു 100,000 തരത്തിലുള്ള ബലഹീന ചിന്തകൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഈ ആത്മാവ് ചിന്തിക്കുകയാണ്, എനിക്ക് രോഗമുണ്ട്, കടബാധ്യതയുണ്ട്, കണ്ണുനീരുണ്ട്, കുടുംബ പ്രശ്നമുണ്ട്, അതിനേക്കാളും എൻ്റെ വേദന ഇപ്പൊ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം പോലും ദുർബലമാവുന്നു. എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസവും എൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശയും പോയല്ലോ. ഇത് മനസ്സിനെ വേദനിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കാൻ ദൈവം ഒരു വചനം തന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുന്ന് എന്നെ ഒരിക്കലും മറക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഞാനൊരു പാപം ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു തകർച്ച വരുത്തി, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് മറുതലിച്ചു. പ്രിയ മക്കളെ, നിങ്ങൾ കുമ്പസാരിച്ചിട്ട് 10, 30, 40 വർഷമായ ആളുകളായിരിക്കാം. ഞാൻ ഇത്രയും കാലം മദ്യപിച്ചു, ഇത്രയും കാലം തോന്നിയാസം നടന്നു, ഇത്രയും കാലം പള്ളിയിൽ പോയില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കാം. അങ്ങനെ ചിന്തിക്കരുത്. കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ജെറമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 37-ാം തിരുലിഖിതത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്: മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാപം ചെയ്തു, അല്ലെങ്കിൽ 10 പാപം ചെയ്തു, അതും അല്ലെങ്കിൽ നിങ്ങൾ കുറേ നന്ദികേട് കാണിച്ചു, അവിശ്വസത കാണിച്ചു എന്ന് വിചാരിച്ച് എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല. അങ്ങനെ ചിന്തിക്കരുത്. എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതിനെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം അതിൽ 8-ാം വാക്യം: ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെ വിളിച്ചു കൂട്ടി പറയും, എന്നോടുകൂടി സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു പറഞ്ഞു 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99 ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് വേണ്ടി അന്വേഷിച്ചിറങ്ങാതെ ഇടയനുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരങ്ങളെ 10,000-ങ്ങളെ പോലെ തന്നെ യേശുവിന് 1 പ്രധാനപ്പെട്ടതാ. ഞാൻ എൻ്റെ യേശുവിന് പ്രധാനപ്പെട്ടതാ. ഞാൻ ഒരുപക്ഷെ രോഗിയായിരിക്കാം, പാപിയായിരിക്കാം, വിശ്വാസം ഇല്ലാത്തവനായിരിക്കാം, നിരീശ്വര ചിന്തക്കാരനായിരിക്കാം, അല്ലെങ്കിൽ യുക്തിവാദിയായിരിക്കാം, അതും അല്ലെങ്കിൽ നാളുകളായി പള്ളി പോകാത്തൊരു വ്യക്തിയാൽ ആരും ആകട്ടെ, ഞാൻ എൻ്റെ യേശുവിന് പ്രധാനപ്പെട്ടതാ. നിങ്ങൾക്ക് സ്വർണ്ണമാല ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ കുളിച്ചപ്പോൾ ആ സ്വർണ്ണമാല വെള്ളത്തിലെ ചെളിയിലെ പോയെന്നിരിക്കട്ടെ,
ആ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് സ്വർണ്ണമാല നഷ്ടപ്പെട്ട് അറിയുന്നത്. ആ സ്വർണ്ണമാല അന്വേഷിച്ച് കുളക്കടവിലേക്ക് പോകുന്നത് പോലെ, യാത്ര ചെയ്ത വാഹനത്തിൽ പോയി അന്വേഷിക്കുന്നത് പോലെ, നടന്ന വഴികളിൽ അരിച്ചു പറക്കുന്നത് പോലെ ഇന്നും എന്നും യേശു എന്നെ ഓർക്കുന്നു, എന്നെ അന്വേഷിക്കുന്നു. ഞാൻ നഷ്ടപ്പെട്ടാൽ എന്നെ അന്വേഷിക്കുന്നു. ഞാൻ വിശുദ്ധനാണെങ്കിൽ എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു. എന്നെ ഓർക്കുന്നവനും എന്നെ മറക്കാത്തവനുമാണ് എൻ്റെ യേശു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഇപ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഓരോരുത്തരെ തൊട്ട് വിളിക്കുകയാണ്. എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ ഇന്നെവിടെ, നീ ഇന്നെവിടെ? ദൈവം തൊട്ട് വിളിക്കുകയാണ്. മകനേ മാറനാകുന്നു നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? മകനേ മാറനാകുന്നു നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ ഇന്നും സ്നേഹപിതാവു ഞാൻ. മകനേ മാറനാകുന്നു നിന്റെ ഭവനം, പാഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പിതാവേ, എൻ്റെ പിതാവേ, അങ്ങയെ സ്നേഹിക്കാൻ അഭിഷേകം തരണമേ, അങ്ങയെ ഉപേക്ഷിക്കാതിരിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും മുട്ടുകൊത്തി നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തെന്റെ യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയം നുറുങ്ങി സ്നേഹിച്ച് ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹൃദയപൂർവ്വം സ്തുതിച്ച് ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ, യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus.